തൃശൂർ പൂരത്തിനുള്ള ആന എഴുന്നള്ളിപ്പിൽ ഇടപെട്ട ഹൈക്കോടതി. മതപ്പാടും ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള ആനകളെ അനുവദിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനെതിരെ പ്രതിഷേധവുമായി ദേവസ്വങ്ങളും ആന ഉടമകളും രംഗത്ത് വന്നു കഴിഞ്ഞു. ആനകൾ തമ്മിലുള്ള അകലം, ആന ഇഴഞ്ഞാൽ നിയന്ത്രിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ചും നിർദ്ദേശം അതൊന്നും പ്രായോഗികമല്ല എന്നാണ് ആന ഉടമകൾ പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് MS ലിഷോയും കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം പ്രദീപ് ജോസഫിലേക്ക് പോകാം. നമുക്ക് എന്തൊക്കെയാണ് ഈ നിർദ്ദേശങ്ങൾ എന്ന് ആദ്യം അറിയേണ്ടതുണ്ട്. പ്രദീപ്, കൃത്യമായൊരു മാർഗരേഖ തന്നെ ഇറക്കിയിട്ടുണ്ട്, നീണ്ട നിരയുണ്ട്. എന്തൊക്കെയാണ് അവ? എന്തൊക്കെയാണ് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ? ഇപ്പോഴത്തെ കനത്ത ചൂടിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ ആന എഴുന്നള്ളിപ്പിന് കർശനമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മൃഗസ്നേഹികളുടെ വിവിധ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ സംഘടനകൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യങ്ങൾ കർക്കശമാക്കി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതനുസരിച്ച് മതപ്പാടുള്ള അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗമോ രോഗലക്ഷണങ്ങളോ ഉള്ള ആനകളെ യാതൊരു കാരണവശാലും പൂരം എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുത് എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പൂരത്തിന് പങ്കെടുക്കുന്ന എല്ലാ ആനകളെയും പരിശോധിച്ച് വനം വകുപ്പ് വിശദമായ റിപ്പോർട്ട് നൽകണം. റിപ്പോർട്ട് മാത്രമല്ല, ഈ ആനകൾ പൂരത്തിന് എഴുന്നള്ളിക്കാൻ ഫിറ്റാണോ, യോഗ്യമാണോ എന്ന തരത്തിൽ ഉള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണം. ഇതുകൂടാതെ ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ അമിക്കസ് ക്യൂറിയും ആനകളെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം. ഈ റിപ്പോർട്ട് 16-ാം തീയതിയാണ് ഇനി കേസ് പരിഗണിക്കുന്നത്. 16-ാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മുന്നേ റിപ്പോർട്ട് നൽകണം എന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. പലപ്പോഴും ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. ഞാൻ പ്രദീപിലേക്ക് മടങ്ങി വരാം. MS ലിഷോയ് കൂടി പൂരനഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അതൊന്ന് വളരെ പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ അടക്കം പങ്കെടുക്കാൻ കഴിയുമോ പൂരത്തിനെന്ന് വലിയൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ആളുകൾക്കിടയിൽ. ഈ ആന ഉടമകൾ, ദേവസ്വം ബോർഡ് ഒക്കെ എങ്ങനെയാണ് ഈ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുന്നത്? അവർക്ക് എന്താണ് പറയാനുള്ളത് ലിഷോയ്? അതായത് ഇതിൽ കർശന നിയന്ത്രണങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആനകളുടെ 50 മീറ്റർ അകലത്തിൽ മാത്രമേ മേളക്കാരും തീവെട്ടിയും ഉൾപ്പെടെയുള്ളവ പാടുള്ളൂ. അതിനോടൊപ്പം തന്നെ ആനകളുടെ ഒരു ഹിസ്റ്ററി, അതായത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ ആനകൾ ഇടഞ്ഞിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തണം. അങ്ങനെയുള്ള ആനകളെ പങ്കെടുപ്പിക്കരുത്. അങ്ങനെ പല വിധത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഉള്ളത്. അതാണ് ദേവസ്വങ്ങളെ ഇപ്പോൾ പ്രധാനമായും ദേവസ്വങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ദേവസ്വം ഭാരവാഹികളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. ഞങ്ങൾ ഇതുവരെ 3.5 മാസമായിട്ട് ഈ പൂരത്തിൻ്റെ പിന്നാലെയാണ്. തൃശ്ശൂർ പൂരം നമുക്കറിയാം, ഇതൊരു ദേശീയോത്സവമാണ്. ഇത് ഇന്റർനാഷണൽ ഫെസ്റ്റിവലാണ്. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള വേൾഡ് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് ഈ കൊടിയേറ്റത്തിൻ്റെ തലേ ദിവസമാണ് ഇങ്ങനെ ആനകളുടെ കാര്യത്തിൽ ഒരു ആശങ്ക വന്നത്. അത് CCF കോടതിയിൽ കൊടുത്തിട്ടുള്ള നാട്ടാന പരിപാലന ചട്ടത്തിൻ്റെ ഇതിലാണ്. നമുക്കറിയാം, ഈ നാട്ടിലെ നമുക്ക് പാലിക്കാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും ആ നിയമങ്ങളിൽ കുറേ നിയമങ്ങൾ നമുക്ക് പാലിക്കാൻ പറ്റില്ല. നമ്മൾ പാലിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പാലിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിന് ആനകൾക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാനായിട്ട് പന്തലൊരുക്കുന്നു. അവർക്ക് ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, വെള്ളരി, അങ്ങനെയുള്ള ആനകളുടെ ബോഡി തണുക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, വെള്ളം, ആനകളെ റെസ്റ്റ് എടുത്ത് എഴുന്നള്ളിക്കുക. നമുക്കറിയാം 60-70 ആനകൾ ഒരു വിഭാഗത്തിന് ഉണ്ടായിരുന്നത് ഇപ്പം 35 ആനയായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പരിശോധിക്കാറില്ലല്ലേ? മതപ്പാടുള്ള ആനകളെ ഒന്നും ഇറക്കാറില്ല? ഒന്നുമില്ല, നമ്മൾ മതപ്പാടുള്ള ആനകളെ ഇറക്കില്ല. ആനയ്ക്ക് മുറിവുകളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആനകളെ എഴുന്നള്ളിക്കാറില്ല. ഇതൊക്കെ നമ്മൾ ചെയ്ത് പരിപാലിച്ച് വരുന്നതാണ്. ഇപ്പോഴത്തെ ആശങ്ക തീർത്തും പരിഹരിക്കപ്പെടേണ്ട ഒരു ആശങ്കയാണ്. എന്താ വെച്ചാൽ ഇന്ന് കൊടിയേറ്റാണ്. ഇന്ന് തൊട്ട് 7 ദിവസം ഞങ്ങളുടെ കാര്യങ്ങൾ പൂരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞങ്ങൾ കിടക്കാം. അതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു ആശങ്ക വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഇതൊരു ദൂരപരിധി എങ്ങനെയാ പാലിക്കാൻ പറ്റാത്തത്? 20 അടി ദൂരത്ത് മേളക്കാർ നിന്ന് കഴിഞ്ഞാൽ 50 അടി ദൂരത്ത് മേളക്കാർ നിന്നാൽ എങ്ങനെയാണ് ആനയും മേളക്കാരും തമ്മിൽ എന്ത് ബന്ധം? ഇതെല്ലാം കൂടി ആവണല്ലോ പൂരാവുള്ളൂ. അല്ലെങ്കിൽ ആനേനെ വെറുതെ പ്രദർശിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. കൊട്ടുകാർ വേറെ സ്ഥലത്ത് കൊട്ടുവരും. അപ്പോൾ പൂരാവില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ആചാരമുണ്ട്, അതിനൊരു ചടങ്ങുകളുണ്ട്, അതിനൊരു തിട്ടയുണ്ട്. ആ തിട്ടയും ആചാരവും ചടങ്ങുകളും വെച്ചിട്ട് തൃശ്ശൂർ പൂരം മുന്നോട്ട് പോകാൻ നിഷേധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ 1 മണിക്ക് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് 11 മണിക്ക് ആനുടമസ്ഥർ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവർക്ക് ആനകളെ വിട്ടുതരാൻ പറ്റില്ല എന്ന് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ആശങ്കകൾ
മാറ്റേണ്ടത് ഇവിടുത്തെ അധികാരികളാണ്. എന്താ വെച്ചാൽ ഈ പൂരം ദേശീയോത്സവമാണ്. ഇതിൽ ജാതി മത വർണ്ണവർഗമില്ലാതെ നടത്തുന്ന തൃശ്ശൂർ പൂരത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റാണ്. അത് ഗവൺമെന്റ് ആ ആശങ്ക പരിഹരിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നു. അതായത് ആനകളെ തൃശ്ശൂർ പൂരത്തിന് വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ആന ഉടമകൾ ദേവസ്വങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇന്ന് ചർച്ചയും നടക്കുന്നുണ്ട്. എന്തായാലും ആനകളെ കൃത്യമായി പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൃശ്ശൂർ പൂരം ചടങ്ങ് മാത്രമാക്കി നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടതുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ട ഒരു നടപടികൾ എല്ലാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ്. ഇത്തരം പ്രതിസന്ധികൾ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതെല്ലാം പരിഹരിച്ച് തൃശ്ശൂർ പൂരം മുന്നോട്ട് പോകാറുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. ശരി.